നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അറിയാമോ? ഹിന്ദുക്കളിൽ നല്ലൊരു പങ്കും പതിവായി ക്ഷേത്രങ്ങളിൽ പോകുന്നവരാകാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോയിട്ടുള്ളവരാകാം. അപ്പോൾ ക്ഷേത്രം എന്നാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ? എന്താണ് ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. ക്ഷതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം എന്നർത്ഥം. എന്നാൽ ക്ഷേത്രം എന്താണ് എന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാം. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പണിത് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ ജീവനാഡിയാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയ ഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ദൈവങ്ങൾ പാർക്കുന്ന ഇടങ്ങളല്ല, മറിച്ച് ദൈവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ്. അതിശക്തമായ ഊർജ കേന്ദ്രങ്ങളായിട്ടാണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കവിടെ പോകാം, ദൈവചൈതന്യത്തിൻ്റെ ഒരു പങ്ക് പറ്റാം. വളരെ വിപുലമായ രീതിയിൽ വിഗ്രഹ നിർമ്മാണം നടത്തുന്ന ഒരു രാജ്യമാണ് ഭാരതം. വിഗ്രഹം എന്താണ്? വിഗ്രഹം എന്നാൽ വിശേഷാൽ ഗ്രഹിക്കുന്നത് എന്നാണ് അർത്ഥം. മറ്റ് പല സംസ്കാരങ്ങളും ഈ സമ്പ്രദായത്തെ പ്രതിമകളെ ദൈവമായി ആരാധിക്കുക എന്ന് പറയുന്നു. അത് തെറ്റായ ധാരണയാണ്. എന്നാൽ എന്താണ് വിഗ്രഹവും പ്രതിമയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? വിഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ വെറും പ്രതിരൂപങ്ങളല്ല, ശാസ്ത്രീയമായി സൃഷ്ടിച്ച ശക്തമായ ഊർജ കേന്ദ്രങ്ങളാണ്. സത്യമെന്താണെന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യൻ അവൻ്റെ തന്നെ ആകൃതിയിലും രൂപത്തിലും കൂടി ദൈവത്തിനെ കാണുന്നു. മനുഷ്യൻ നിർമ്മിക്കുന്നത് അവൻ്റെ തന്നെ പ്രതിച്ഛായയാണ്. അതുതന്നെയാണ് ഈശ്വരൻ എന്ന പൂർണ്ണമായ ബോധ്യം ആളുകൾക്കുണ്ട്. ദേഹോ ദേവാലയ പ്രോക്തു ജീവേ ദേവ സദാശിവ എന്നാണ് യോഗശാസ്ത്ര ഗ്രന്ഥമായ കുളാർണവതന്ത്രം പറയുന്നത്. അതായത് ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിലെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിൽ ദൈവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണ്. ഈശ്വരൻ്റെ അടയാളമായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും, ചന്ദനം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും, പ്രസാദം, തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വരമന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും, ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി, സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും, ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയും ലൗകിക അസന്മാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായി എങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു. കാലം ചെല്ലുന്തോറും ക്ഷേത്രദർശനം കൂടാതെ തന്നെ മനസ്സ് ഈശ്വരനിൽ എല്ലായ്പ്പോഴും വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാവുകയും ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവ്വ ചരാചരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവ്വവ്യാപിയും പരമാത്മാവുമായ ഈശ്വരൻ്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു. ഇതാണ് ക്ഷേത്രസങ്കല്പത്തിൻ്റെ പ്രാധാന്യം. ഷഡാധാരക്രിയയിലൂടെയാണ് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിക്കുന്നത്. താന്ത്രിക വിധി ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ ദൈവചൈതന്യം കുടിയേറും. എന്താണ് ഈ ഷഡാധാര പ്രതിഷ്ഠ എന്ന് നോക്കാം. കേരള വാസ്തുവിദ്യയിൽ ക്ഷേത്രം പണിയുന്നതിന് മുൻപ് നടത്തുന്ന ഒരു പുണ്യപ്രതിഷ്ഠാ ചടങ്ങാണ് ഷഡാധാര പ്രതിഷ്ഠ. വിഗ്രഹം സ്ഥാപിക്കുന്ന സ്ഥലത്ത് കൃത്യമായ അളവുകളോടുകൂടിയ ഒരു കുഴി കുഴിച്ച് 6 പ്രത്യേക വസ്തുക്കൾ, സാധാരണയായി വിലയേറിയ കല്ലുകൾ, അടിത്തറയ്ക്കുള്ളിൽ സ്ഥാപിക്കുന്നതാണ് ഷഡാധാര പ്രതിഷ്ഠ. ആധാരശില, അടിസ്ഥാനക്കല്ല്, നിധികുംഭം, രത്നങ്ങൾ നിറച്ച കലം, അഷ്ടദള പത്മം, 8 ഇതളുകളുള്ള താമര, കൂർമ്മം, ആമയുടെ ആകൃതിയോടുകൂടിയ കല്ല്, യോഗനാളം, ചെമ്പുകുഴൽ, നപുംസകശില, സ്ത്രീലിംഗവും പുരുഷലിംഗവുമല്ലാത്ത കല്ല് എന്നിവയാണ് ആ 6 വസ്തുക്കൾ. ചിത്രത്തിൽ നിങ്ങൾക്ക് ഇടത്തുനിന്ന് വലത്തോട്ട് ഈ 6 വസ്തുക്കളെ കാണാം. 1 നപുംസകശില, 2 യോഗനാളം, 3 കൂർമ്മം, 4 അഷ്ടദളപത്മം, 5 നിധികുംഭം, 6 ആധാരശില. ക്ഷേത്രപ്രതിഷ്ഠാ പ്രക്രിയയിൽ
ക്ഷേത്രപ്രതിഷ്ഠയ്ക്കും, അതായത് വിഗ്രഹത്തിനും ക്ഷേത്രത്തിനും ഭൗതിക സ്ഥലത്തിനും ഇടയിൽ ഒരു ബന്ധം കൊണ്ടുവരുന്നതിനായി നടത്തുന്ന അപൂർവവും അതിവിശുദ്ധമായ ഒരു ആചാരമാണിത്. മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിന് 6 ശക്തി കേന്ദ്രങ്ങളോ ചക്രങ്ങളോ ഉള്ളതുപോലെ ഒരു ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന 6 ഘടനകളെയും ക്ഷേത്ര ദേവതയുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായി സങ്കല്പിക്കുന്നു. ഈ പ്രക്രിയയിലൂടെ സ്ഥലത്തിൻ്റെ ഊർജത്തെ സജീവമാക്കുക, സമന്വയിപ്പിക്കുക, ഉറപ്പിക്കുക, ക്ഷേത്രഘടനയിൽ തന്നെ ദിവ്യ സാന്നിധ്യം സ്ഥാപിക്കുക എന്ന വിശിഷ്ട കാര്യങ്ങൾ ചെയ്യുന്നു. വളരെ പവിത്രവും അപൂർവവുമായ ഒരു ചടങ്ങാണിത്. ഹിന്ദു പാരമ്പര്യത്തിൽ ഷഡാധാര പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നത് വളരെ മംഗളകരവും ആത്മീയമായി ഫലദായകവുമായി കണക്കാക്കപ്പെടുന്നു. ദേവചൈതന്യത്തെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും പവിത്രമായ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കാവുന്ന ഒരു അവസരമാണ് ഷഡാധാര പ്രതിഷ്ഠ. ക്ഷേത്രത്തിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന തന്ത്രിയുടെയും തന്ത്രശാസ്ത്രജ്ഞൻ്റെയും മറ്റും കാർമ്മികത്വത്തിലാണ് ഷഡാധാര പ്രതിഷ്ഠ നടത്താറ്. വേദഗ്രന്ഥങ്ങളനുസരിച്ച് ഈ പുണ്യചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രധാന നേട്ടങ്ങളും ആത്മീയ പ്രാധാന്യവും ഇവയാണ്: ആഴത്തിലുള്ള ആത്മീയ പുണ്യം, ആന്തരികമായ ശുദ്ധീകരണം, ആജീവനാന്ത അനുഗ്രഹങ്ങൾ, ധാർമ്മികമായ ഒരു പൈതൃകം സംരക്ഷിക്കുക, ഏറ്റവും പവിത്രമായ നിമിഷത്തിൽ ദിവ്യസേവനം ചെയ്തതിൻ്റെ സന്തോഷം. ഇനി എന്താണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ഉദ്ദേശമെന്ന് നോക്കാം. പ്രതിഷ്ഠാകർമ്മത്തിൽ കൂടി വിഗ്രഹത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഊർജത്തെ സ്വീകരിക്കലാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അനേക കാരണങ്ങളാൽ ദിനംപ്രതി കുറയുന്ന ദൈവചൈതന്യത്തെ വർദ്ധിപ്പിക്കുകയാണ് പൂജാരികളുടെ ധർമ്മം. ഒരു ക്ഷേത്രത്തിൽ സാധാരണയായി പൂജകൾക്ക് ചുമതലപ്പെട്ടവരായി കുറച്ച് പേരുണ്ടാവും. തന്ത്രി, മേൽശാന്തി, ഒന്നോ ഒന്നിൽ കൂടുതലോ കീഴ്ശാന്തിമാർ, ഓദിക്കന്മാർ എന്നിവരാണ് സാധാരണ വിഗ്രഹം തൊട്ട് കർമ്മങ്ങൾ ചെയ്യുവാൻ അധികാരപ്പെട്ടവർ. ഇവരാണ് പൂജാരിമാർ എന്ന് പറയുന്നവർ. പൂജാരിമാർ മന്ത്രോച്ചാരണത്തിലൂടെയും മറ്റ് പൂജാവിധികളിലൂടെയും ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ഊർജത്തെ നിലനിർത്തുന്നു. ഇവരെ കൂടാതെ വാര്യർ അല്ലെങ്കിൽ വാരസ്യാർ, പിഷാരടി അല്ലെങ്കിൽ പിഷാരസ്യാർ, നമ്പീശൻ അല്ലെങ്കിൽ ബ്രാഹ്മണിയമ്മ എന്നിവർ മാല കെട്ടുന്നതിനും പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും മറ്റ് പുറം ജോലികൾക്കും, മാരാർ ചെണ്ട അല്ലെങ്കിൽ ഇടയ്ക്ക കൊട്ടുന്നതിനുമായി ചുമതലപ്പെട്ടവരാണ്. ഇവരെ പൊതുവെ കഴകക്കാർ എന്നാണ് പറയുന്നത്. പ്രതിഷ്ഠയിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജത്തെ സ്വീകരിക്കാനും വിധികളുണ്ട്. കുളിച്ച് ശുദ്ധ ഹൃദയത്തോടെ വേണം മന്ത്രചൈതന്യം നിറഞ്ഞ ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിക്കാൻ. കുളിയും വൃത്തിയുമുള്ള വസ്ത്രവും ക്ഷേത്രദർശനത്തിൻ്റെ പ്രഥമ കാര്യമാണ്. പാദരക്ഷകൾ അഴിച്ച് പുറത്തുവച്ച് കൂപ്പുകൈ നെഞ്ചോട് ചേർത്ത് അകത്തെത്തുന്ന ഭക്തർ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തണം. ക്ഷേത്രത്തിൽ നാലമ്പലത്തിനുള്ളിലും പുറത്ത് ചുറ്റമ്പലത്തിലും പ്രദക്ഷിണ വഴിയിലൂടെ മാത്രമാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത്. പ്രദക്ഷിണത്തെക്കുറിച്ച് തന്ത്രശാസ്ത്രം പറയുന്നത് ഇപ്രകാരമാണ്: പ്രഛിന്നതി ഭയം സർവ ദകാരോ മോക്ഷസിദ്ധിത ഷികാരോത് ക്ഷീയതേ രോഗോ നകാരം ശ്രീപദായകം. അതായത് പ്ര എന്ന അക്ഷരം സർവ ഭയനാശത്തെയും, ദകാരം മോക്ഷത്തെയും, ഷികാരം രോഗം അപരാധം എന്നിവയുടെ ശമനത്തെയും, നകാരം ഐശ്വര്യത്തെയും കുറിക്കുന്നു. ദേവനെ കേന്ദ്രബിന്ദുവായി സങ്കല്പിച്ച് നടത്തുന്ന പ്രദക്ഷിണം പ്രദക്ഷിണ വഴിയിലൂടെ ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടി വേണം. ചുറ്റുമതിലിന് പുറത്തുകൂടിയുള്ള പ്രദക്ഷിണത്തിന് അന്തർമണ്ഡലത്തിലേതിലും ഫലസിദ്ധിയുണ്ടെന്നാണ് വിശ്വാസം. ദേവനിൽ നിന്ന് എത്ര അകന്ന് വലം വച്ചാൽ അത്രയും നല്ലതാണെന്നർത്ഥം. പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ തലയിൽ എണ്ണക്കുടവുമായി അടിവെച്ചടിവെച്ച് നടക്കും പോലെ വേണം പ്രദക്ഷിണമെന്ന് യോഗശാസ്ത്രങ്ങൾ പറയുന്നു. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചും നാമം ചൊല്ലിയും വേണം പ്രദക്ഷിണം നടത്താൻ. ധൃതി കൂടാതെ പൂർണ്ണ മനസ്സോടെ നടത്തുന്ന പ്രദക്ഷിണത്തിന് ഫലം കൂടുമെന്നാണ് പറയുന്നത്. ഓരോ ദേവനുമുണ്ട് പ്രദക്ഷിണ കണക്കുകൾ. ഗണപതിക്ക് 1, സൂര്യന് 2, ശിവന് 3, ദേവി, വിഷ്ണു, ശാസ്താവ് എന്നിവർക്ക് 4, സുബ്രഹ്മണ്യന് 5, അരയാലിന് 7 എന്നിങ്ങനെയാണ് ചിട്ട എന്ന് കാണുന്നു. ഒരു പ്രദക്ഷിണത്തിൽ തന്നെ ദേവാരാധനയ്ക്ക് അർഹരാകും. 3ാമത്തേതോടെ മുക്തിയും പ്രാപ്യമാകുമെന്നാണ് ബ്രഹ്മനാരദീയം പറയുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനും വീഡിയോ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നതിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും താൽപ്പര്യപ്പെടുന്നു.